നമസ്കാരം. ലോകരാഷ്ട്രീയത്തിലെ പുതിയ സന്തുലിതാവസ്ഥകളും തന്ത്രപരമായ നയങ്ങളും രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയും അർമേനിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം അതിനിർണായകമായ ഒരു പുതിയ അധ്യായത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രതിരോധ ഗവേഷണം, നവീന സാങ്കേതിക വിദ്യകളുടെ വികസനം, സംയുക്ത ഉൽപ്പാദനം എന്നിവ ലക്ഷ്യമിട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചിരിക്കുന്ന തന്ത്രപ്രധാനമായ ധാരണാപത്രം പരസ്പര ബന്ധത്തിലെ വലിയൊരു കുതിച്ചുചാട്ടമായിട്ടാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ആഗോളതലത്തിൽ ഭാരതം തങ്ങളുടെ പ്രതിരോധ കയറ്റുമതിയും നയപരമായ പങ്കാളിത്തവും ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഈ നീക്കം ഇരു രാജ്യങ്ങളുടെയും സൈനിക കരുത്തിന് പുതിയ ഊർജം പകരുമെന്നത് ഉറപ്പായ കാര്യമാണ്. യൈവാനിൽ നടന്ന ഔദ്യോഗിക സന്ദർശനത്തിനിടെയാണ് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അർമേനിയയുടെ ഹൈടെക് വ്യവസായ മന്ത്രി ഡേവിഡ് തദേവോസിയനുമായി കൂടിക്കാഴ്ച നടത്തിയതും ഈ ചരിത്രപരമായ കരാറിൽ ഒപ്പുവെച്ചതും. ഇക്കഴിഞ്ഞ 17-ാം തീയതി നടന്ന ഈ കൂടിക്കാഴ്ചയിൽ പ്രതിരോധ വ്യവസായ സഹകരണം പരസ്പര താൽപ്പര്യമുള്ള മേഖലകളിൽ കൂടുതൽ വ്യാപിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണെന്ന് വ്യക്തമാക്കുകയുണ്ടായി. അർമേനിയൻ പ്രതിരോധ മന്ത്രി സുരൻ പപ്പിക്വാൻ, ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ എഡ്വേർഡ് അസ്ട്രിയൻ എന്നിവരുമായി ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ അർമേനിയൻ അംബാസഡർ നിലാക്ഷി സാഹ സിൻഹയും ചർച്ചകളിൽ സജീവമായി പങ്കെടുത്തിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും സംയുക്ത ഗവേഷണങ്ങൾക്ക് ഊന്നൽ നൽകാനും ഈ സന്ദർശനം ഏറെ സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യയും അർമേനിയയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം അതിവേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയെന്നോണം ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ അർമേനിയൻ ഉന്നത സൈനിക പ്രതിനിധി സംഘം ദില്ലി സന്ദർശിക്കുകയും പ്രതിരോധ സെക്രട്ടറിയുമായും ഇന്ത്യൻ വ്യോമസേന മേധാവിയുമായും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇരു സേനകളും തമ്മിലുള്ള പ്രവർത്തനക്ഷമതയും പരസ്പര സഹകരണവും വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും വ്യോമശക്തി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും അന്ന് വിശദമായ ചർച്ചകൾ നടന്നിരുന്നു. ഇതിൻ്റെ എല്ലാം തുടർച്ചയായിട്ടാണ് ഇപ്പോൾ യൈവാനിൽ വെച്ച് പുതിയ പ്രതിരോധ കരാറുകൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. സാങ്കേതിക വിനിമയത്തിലൂടെയും സംയുക്ത ഉൽപ്പാദനത്തിലൂടെയും ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഈ കൂട്ടായ്മ സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആഗോള സുരക്ഷാ രംഗത്തെ പുതിയ വെല്ലുവിളികളെ നേരിടാൻ രാജ്യങ്ങൾ പരസ്പരം കൈകോർക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ കരാർ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന പ്രതിരോധ സാങ്കേതിക വിദ്യകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയുടെയും വിശ്വാസ്യതയുടെയും കൂടി തെളിവാണ് അർമേനിയയുമായുള്ള ഈ പുതിയ സഹകരണം. ഭാവിയിലെ തന്ത്രപരമായ നീക്കങ്ങളെ കൂടുതൽ കരുത്തുറ്റതാക്കാനും ഇരു രാജ്യങ്ങളുടെയും പരമാധികാരവും സുരക്ഷയും ഉറപ്പുവരുത്താനും ഇത്തരം നയപരമായ പങ്കാളിത്തങ്ങൾ നിർണായക പങ്ക് വഹിക്കും എന്ന കാര്യം ഉറപ്പാണ്. ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ഒരു പ്രധാന കയറ്റുമതി രാജ്യമായി വളരുകയും ചെയ്യുന്ന ചരിത്രപരമായ കാലഘട്ടത്തിലാണ് അർമേനിയയുമായുള്ള തന്ത്രപ്രധാനമായ പ്രതിരോധ ധാരണാപത്രം ഒപ്പുവയ്ക്കപ്പെട്ടിരിക്കുന്നത്. പ്രതിരോധ ഗവേഷണം, നവീന സാങ്കേതിക വിദ്യകളുടെ വികസനം, സംയുക്ത ഉൽപ്പാദനം എന്നിവ ലക്ഷ്യമിട്ടുള്ള ഈ സഹകരണം വെറുമൊരു നയപരമായ കൂട്ടായ്മ എന്നതിലുപരി ഭാരതത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും പ്രതിരോധ വ്യവസായ മേഖലയ്ക്കും വലിയ തോതിലുള്ള നേട്ടങ്ങളാണ് സമ്മാനിക്കുന്നത്. പ്രതിരോധ മേഖലയിൽ വിദേശ രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി അത്യാധുനിക ആയുധങ്ങളും പ്രതിരോധ ഉപകരണങ്ങളും കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഭാരതം മാറുന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ കരാർ അടയാളപ്പെടുത്തുന്നത്. ഈ ധാരണാപത്രത്തിലൂടെ ഇന്ത്യക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടം തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെയും ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയിലൂടെ ലഭിക്കുന്ന വിദേശ നാണ്യമാണ്. ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദന മേഖലയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിപണി കണ്ടെത്താനും കോടിക്കണക്കിന് രൂപയുടെ കരാറുകൾ സ്വന്തമാക്കാനും ഇത്തരം പങ്കാളിത്തങ്ങൾ സഹായിക്കുന്നുണ്ട്. അർമേനിയയുമായി നേരത്തെയും ഇന്ത്യ വിവിധ ആയുധ ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് രാജ്യത്തിൻ്റെ പ്രതിരോധ കയറ്റുമതി വരുമാനത്തിൽ വലിയ വർധനമാണ് ഉണ്ടാക്കിയിരുന്നത്. സംയുക്ത ഉൽപ്പാദനത്തിലേക്ക് കടക്കുമ്പോൾ ഇരു രാജ്യങ്ങളും ചേർന്നുള്ള മുതൽ മുടക്കും സാങ്കേതിക വിദ്യ കൈമാറ്റവും ഇന്ത്യൻ നിർമ്മാണ മേഖലയ്ക്ക് വലിയ തോതിലുള്ള തൊഴിലവസരങ്ങളും സാമ്പത്തിക ഉത്തേജനവുമായിരിക്കും നൽകുക. ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ പ്രഖ്യാപനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് ഇത്തരം അന്താരാഷ്ട്ര കരാറുകൾ. വൻകിട പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പുറമെ സ്വകാര്യ പ്രതിരോധ നിർമ്മാണ കമ്പനികൾക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും ഈ കരാറുകൾ പുതിയ സാമ്പത്തിക വളർച്ചാ സാധ്യതകൾ തുറന്നു നൽകുന്നുണ്ട്. ഗവേഷണ വികസന രംഗത്ത് ഉണ്ടാവുന്ന നിക്ഷേപങ്ങളും സംയുക്ത സംരംഭങ്ങളും വഴി ആധുനിക സാങ്കേതിക വിദ്യകൾ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാനും ആഗോള വിപണിയിൽ മത്സരക്ഷമത വർദ്ധിപ്പിക്കാനും ഭാരതത്തിന് സാധിക്കും. ഭാവിയിൽ
മറ്റ് രാജ്യങ്ങളുമായുള്ള പ്രതിരോധ കരാറുകൾക്കും ഈ മാതൃക വലിയൊരു മുതൽക്കൂട്ടായി മാറുമെന്നതിൽ സംശയമില്ല. ചുരുക്കത്തിൽ അർമേനിയയുമായുള്ള ഈ പ്രതിരോധ ധാരണാപത്രം ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയെ ശക്തിപ്പെടുത്തുന്നതിലും പ്രതിരോധ കയറ്റുമതി രംഗത്ത് പുതിയ ചരിത്രം രചിക്കുന്നതിലും നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തു പകർന്നതോടൊപ്പം ആഗോളതലത്തിൽ ഭാരതത്തിൻ്റെ പ്രതിരോധ നിർമ്മാണ ശേഷിയുടെ വിശ്വാസ്യത ഉയർത്താനും ഇത്തരം തന്ത്രപരമായ നീക്കങ്ങൾക്ക് സാധിക്കുന്നുവെന്നത് ഭാരതത്തിൻ്റെ ഭാവി മുന്നേറ്റങ്ങൾക്ക് ഏറെ നിർണായകമാണ്. ദക്ഷിണ കോക്കസ് മേഖലയിലെ ചെറു രാജ്യമായ അർമേനിയയുമായി ഭാരതം പ്രതിരോധ സാമ്പത്തിക നയതന്ത്ര മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നത് പടിഞ്ഞാറൻ ഏഷ്യയിലും യൂറേഷ്യയിലും വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഈ ഒരു അടുപ്പം തുർക്കിയുടെ പ്രാദേശിക താൽപ്പര്യങ്ങളെയും നയതന്ത്ര നീക്കങ്ങളെയും എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നത് സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒന്നാണ്. ദക്ഷിണ കാക്കസസ് മേഖലയിലെ ചെറു രാജ്യമായ അർമേനിയയുമായി ഇന്ത്യ പ്രതിരോധ സാമ്പത്തിക നയതന്ത്ര മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നത് പടിഞ്ഞാറൻ ഏഷ്യയിലും യൂറേഷ്യയിലും വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഈ ഒരു അടുപ്പം തുർക്കിയുടെ പ്രാദേശിക താൽപ്പര്യങ്ങളെയും നയതന്ത്ര നീക്കങ്ങളെയും എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നത് സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒന്നാണ്. ഭൗമരാഷ്ട്രീയമായി തുർക്കി, അസർബൈജാൻ, പാകിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങൾ തമ്മിൽ ശക്തമായ ഒരു സൗഹൃദ കൂട്ടായ്മ നിലവിലുണ്ട്. കാർബക് യുദ്ധസമയത്ത് അസർബൈജാന് പരസ്യമായി ആയുധങ്ങളും സൈനിക പിന്തുണയും നൽകിയ രാജ്യമാണ് തുർക്കി. അതുപോലെ തന്നെ കശ്മീർ വിഷയത്തിൽ നിരന്തരം പാകിസ്ഥാനെ അനുകൂലിക്കുകയും ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര വേദികളിൽ സംസാരിക്കുകയും ചെയ്യുന്ന രാജ്യം കൂടിയാണത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ അർമേനിയയുമായി പ്രതിരോധ കരാറുകളിൽ ഒപ്പിടുകയും ആധുനിക ആയുധങ്ങൾ അർമേനിയയ്ക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നത് തുർക്കിയുടെ പ്രതിരോധ കണക്കുകൂട്ടലുകളെ സാരമായി ബാധിക്കുന്നു. തുർക്കി സ്വയം പ്രഖ്യാപിച്ച ഓട്ടോമൻ സ്വാധീനം കാക്കസസ് മേഖലയിലും മധ്യേഷ്യയിലും സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയുടെ കടന്നുവരവ് അർമേനിയയ്ക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് പകർന്നു നൽകുന്നത്. അസർബൈജാനും തുർക്കിയും ചേർന്ന് അർമേനിയയെ സാമ്പത്തികമായും സൈനികമായും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യം ആ രാജ്യത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. ഇത് തുർക്കിയുടെയും അസർബൈജാൻ്റെയും സൈനിക മേധാവിത്വത്തിന് വലിയൊരു തടസ്സമായി മാറുന്നുണ്ട്. മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥ അർമേനിയയുടെ പക്ഷത്തേക്ക് അല്പമെങ്കിലും അനുകൂലമാക്കാൻ ഈ സൗഹൃദം സഹായിക്കും. ഇന്ത്യയും അർമേനിയയും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന അടുപ്പം അങ്കാറയിലെ ഭരണാധികാരികളിൽ അസ്വസ്ഥത ഉണ്ടാക്കി എന്നത് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്ന തുർക്കിക്കുള്ള ശക്തമായ നയതന്ത്ര സന്ദേശമായിട്ടാണ് ദില്ലിയുടെ ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയുടെ സുരക്ഷാ താൽപ്പര്യങ്ങളെ ഹനിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന രാജ്യങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാൻ ഇത്തരം തന്ത്രപരമായ കൂട്ടുകെട്ടുകൾ ഇന്ത്യയെ സഹായിക്കുന്നു. തുർക്കിയുടെ പാകിസ്ഥാൻ അനുകൂല നയങ്ങൾക്ക് ശക്തമായ പ്രതിരോധം തീർക്കാൻ അർമേനിയയുമായുള്ള ബന്ധം ഇന്ത്യക്ക് ഒരു കവചമായി മാറുന്നുണ്ട്. ചുരുക്കത്തിൽ ഇന്ത്യയും അർമേനിയയും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണം തുർക്കിയുടെ പ്രാദേശിക മോഹങ്ങൾക്കും പാകിസ്ഥാൻ തുർക്കി കൂട്ടുകെട്ടിനുമുള്ള ശക്തമായ തിരിച്ചടിയാണ്. കാക്കസസ് മേഖലയിൽ തുർക്കി നടത്തുന്ന ഇടപെടലുകളെ പ്രതിരോധിക്കാൻ അർമേനിയയ്ക്ക് കരുത്തു പകരുന്ന ഈ ബന്ധം ആഗോളതലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന നയതന്ത്ര സ്വാധീനത്തിൻ്റെ വ്യക്തമായ തെളിവ് കൂടിയാണ്. ഭാവിയിൽ ഈ നയതന്ത്ര അച്ചുതണ്ട് യൂറേഷ്യൻ രാഷ്ട്രീയത്തിൽ കൂടുതൽ നിർണായകമായ വഴിത്തിരിവുകൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.